എന്നിൽ നിന്ന് നന്ദേട്ടൻ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോ വ്യക്തമായി. എടോ, ഞാൻ ചക്കിയുടെ 18ാം പിറന്നാൾ ദിവസം അന്ന് ക്ഷണിക്കാത്തൊരതിഥിയായി അയാൾ എത്തി. പാതാള ഗണപതി അല്ലേ? ഇതാരാച്ചേ? സാറോടെ പാപ്പാവാ? മോളാ. பிறந்த நாள் வாழ்த்துக்கள். ഇല്ല, വന്നിട്ടില്ല. തർക്കിക്കേണ്ട നന്ദേട്ട. പാതാള ഗണപതി നന്ദേട്ടനെ തേടി വന്ന ആ ദിവസം മുതലാ നന്ദേട്ടന്റെ ശബ്ദത്തിൽ ഈ പതർച്ചയും ഇടർച്ചയും വന്നത്. അത് ഊഹിച്ചെടുക്കാൻ എനിക്ക് ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട. പാഴൂർ പടിപ്പുര വരെ പോവുകയും വേണ്ട. പിന്നെ ചക്കയും വിപിനും വന്നപ്പോ പാതാള ഗണപതിയെ പറ്റി പറഞ്ഞിരുന്നു. എന്റെ കണ്ണു വെട്ടിച്ച് അയാൾ കല്യാണ മണ്ഡപത്തിൽ വന്ന് ചക്കയ്ക്ക് സ്വർണ്ണവള ഇട്ടതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോഴും നന്ദേട്ടൻ പറഞ്ഞ എന്താ? പാതാള ഗണപതി സ്വന്തം മകളുടെ കല്യാണത്തിന് സഹായം ചോദിച്ച് നന്ദേട്ടന്റെ അടുത്ത് വന്നതാണെന്ന് അല്ലേ? സ്വന്തം മകളെ കെട്ടിച്ചയക്കാൻ കാശില്ലാത്ത ആളാണോ നന്ദേട്ട ചക്കയ്ക്ക് 3 പവന്റെ സ്വർണ്ണവള സമ്മാനിക്കുന്നത്? സംഗീതേ, ഞാൻ ഒന്നും പറഞ്ഞു പിടിച്ചു നിൽക്കാൻ നോക്കണ്ട നന്ദേട്ട. നന്ദേട്ടൻ പറയൂ, എന്തിനാ അയാൾ വന്നത്? എന്താ അയാളുടെ വരവിന്റെ പിന്നിലെ ലക്ഷ്യം? തന്റെ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരം നൽകാൻ ഇപ്പൊ എനിക്കാവില്ല. കാരണം എന്താണ് അയാളുടെ വരവിന്റെ പിന്നിലെ ലക്ഷ്യമെന്ന് ഇപ്പോഴും കൃത്യമായിട്ട് എനിക്കറിയില്ല. ചോരമണക്കുന്ന ഭൂതകാലത്തിന്റെ താളുകളൊന്നും മറിച്ചു നോക്കാൻ എനിക്ക് താല്പര്യമില്ല. തൽക്കാലം താൻ ഇതിനെപ്പറ്റി ഒന്നും എന്നോട് ചോദിക്കരുത്. ഇന്നലകൾ ഇനിയില്ല. ഇന്നലകളിലെ നന്ദനും സംഗീതവും ഇല്ല. മുന്നോട്ടുള്ള ചുവടുകളും മുന്നിലുള്ള നിമിഷങ്ങളും മാത്രമേ ഇനിയുള്ളൂ. ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പു തരാം. തന്റെ സ്വസ്ഥത പോവില്ല. നമ്മുടെ ചക്കിമോളുടെ സ്വസ്ഥതയും പോവില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ഒരു പോറൽ പോലും ഏൽക്കില്ല. ഒഴിഞ്ഞു മാറുകയാണ് ഞാൻ. കഴുത്തിന് നേരെ കത്തി വരുമ്പോൾ തലകുനിച്ച് ചൊഴിഞ്ഞു മാറുന്നത് ശത്രുവിനോടുള്ള ബഹുമാനം കൊണ്ടല്ല. വെട്ടി ഒഴിഞ്ഞിട്ട് തിരിച്ചവന്റെ പദപ്പിൽ പിച്ചാത്തി കയറ്റാനാ. നന്ദേട്ടൻ എന്തൊക്കെയാ പറയുന്ന? എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. ഇനി പാതാള ഗണപതി എന്ന പേര് നിന്റെ നാവിൻ തുമ്പിൽ വരരുത്. എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വസ്ഥത എങ്ങനെ തിരിച്ചു പിടിക്കണമെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, നിനക്കും ചക്കിക്കും സ്വസ്ഥമായിട്ട് ഉറങ്ങാം. നിങ്ങളുടെ സ്വസ്ഥതയിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ സന്തോഷത്തിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ഒരു നിഴലിനെ പോലും അനുവദിക്കാതെ ഞാൻ കാവലുണ്ടാവും. അനു അനു അനുക്കുട്ടി 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 അനു ഖദർ മണ്ഡപത്തിൽ നിന്ന് തുടങ്ങിയ ആഘോഷ. ആശുപത്രി, പോലീസ് സ്റ്റേഷൻ, ഓപ്പറേഷൻ തിയേറ്റർ.
എന്നിട്ട് തുന്നൽക്കാരന് സുമതി തന്നെ വലുത്. നീലിമയാ ഞാൻ, നീലിമ നടരാജൻ. മോഹം കൊണ്ട് മുറിവേറ്റവൾ. അനു, ഓ, ധർമ്മപത്നിയെ തിരയാണോ? അവള് പോയി. പോയെന്നോ? എവിടേക്ക്? അയ്യോ, ആവിയായി മുകളിലേക്ക് പോയെന്നല്ല ഉദ്ദേശിച്ചത്. അവള് അവളുടെ അമ്മക്കുട്ടിക്കൊപ്പം അവളുടെ വീട്ടിലേക്ക് പോയി, ശങ്കരമംഗലത്തേക്ക്. നിങ്ങളുടെ വീട്ടുകാരുടെ ശല്യമില്ലാതെ കുറച്ചു ദിവസം അവളുടെ അമ്മക്കുട്ടിയുടെ ചൂട് പറ്റി കിടക്കാലോ. ഇല്ല, ഞാൻ വിശ്വസിക്കത്തില്ല. ഹാ, വിപിൻ ഡോക്ടറുടെ കുഞ്ഞിന് ശങ്കരമംഗലത്ത് പിറക്കാനാവും വിധി. അനാവശ്യം പറയരുത്. ഓ, കുത്തുകൊണ്ട് മുക്കാലും ചോര വാർന്നു പോയിട്ടും വീര്യത്തിന് ഒരു കുറവുമില്ല. അതെങ്ങനെ? അണിവിരൽ തുമ്പിൽ ഒരു ചെറിയ തുടിപ്പ് മതിയല്ലോ ഡോക്ടർ വിപിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. നിനക്കിപ്പോ എന്താ വേണ്ടത്? അതിനിയും വിപിൻ ഡോക്ടർക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ സ്നേഹം നിലയ്ക്കാത്ത നിങ്ങളുടെ ഹൃദയമിടിപ്പുകളിൽ എനിക്കൊരു സ്ഥാനം. അല്ല, എനിക്ക് മാത്രം സ്ഥാനം. നീലിമ, പ്ലീസ്, ജീവിതം വെച്ച് കളിക്കരുത്. കളിക്കും. എന്റെ ജീവിതം വെച്ച് ഞാൻ കളിക്കും. നിങ്ങളുടെ ജീവിതം വെച്ചും കളിക്കും. ആ തീക്കളിയിൽ ബാക്കിയുള്ളവരൊക്കെ വെന്തെരിയും. തീരുമ്പം ഒരുമിച്ച് ഒറ്റയടിക്കങ്ങ് തീരട്ടെ. നിനക്ക് ഭ്രാന്താണ്. അതെ, ഈ ഭ്രാന്തിന്റെ വിത്ത് എന്നിൽ മുളപ്പിച്ചത് നിങ്ങളാ. ഞാൻ മരിച്ചാലും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും. അതിനൊരു മാറ്റവും ഇല്ല. നിങ്ങളുടെ അടുത്ത് നിന്ന് ഇങ്ങനെയെങ്കിലും പരിചരിക്കാനായതിൽ എനിക്ക് സന്തോഷം. തുടങ്ങിയതേ ഉള്ളൂ, ബാക്കി പിന്നാലെ. ശരീരം അനക്കരുത്. പിന്നെ സംസാരിക്കുകയോ തുമ്മയോ ചുമക്കുകയോ ഒന്നും ചെയ്യരുത്. ഇതെന്തോ മോർച്ചറിയാണോ? ഒരുപാട് ശവങ്ങളോടൊക്കെ പറയുന്നത്. കുറച്ച് നിന്ന്. ശരീരം അനക്കി കുത്തിക്കെട്ട് പോവും, അതാ പറഞ്ഞത്. എനിക്കിട്ട് കൂടുതൽ ഇളക്കാൻ നിൽക്കാതെ പോവച്ചേ. മനുഷ്യനെ ചുമ്മാതെ പേടിപ്പിക്കാതെ. കൊല്ലല്ലേ അമ്മയാ? അയ്യോ, എന്താ ശശാങ്ക? ഞാൻ ഓർത്തു എന്നെ കൊണ്ടുപോകാൻ ആള് വന്നു. പിന്നെ സാരി എടുത്തോണ്ടല്ലേ കാലം വരുന്നേ. പറയാൻ പറ്റത്തില്ല. അവിടെ ഇപ്പൊ 50% സ്ത്രീ സംവരണം ആണെങ്കിലോ? അല്ലമ്മേ, യമുന എവിടെ? ഓ, ഞാൻ വീണപാടെ അവള് ഡിവോഴ്സിനുള്ള അഡ്വൈസ് എടുക്കാൻ വല്ല വക്കീലിനെ കാണാൻ പോയോ? കുത്തു കിട്ടിയിട്ട് നിന്റെ നാക്കിനൊരു കുഴപ്പമില്ലല്ലോ. അതിന് നാക്കിനല്ലോ കുത്തു കിട്ടിയത്. ഭാര്യ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് അവള് പറഞ്ഞപ്പോ അത് ഇതാണെന്ന് ഞാൻ ഓർത്തില്ല. യമുനെ, കുഞ്ഞാറ്റയും കൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോയേക്കുവാ. എന്ത് കുന്തത്തിന്? കുന്തത്തിനും കൊടച്ചക്രത്തിനൊന്നും അല്ല,
നീ ആശുപത്രിയിലായെന്നറിഞ്ഞപ്പോ നിന്റെ അമ്മ അവിടെ തലകറങ്ങി വീണു. അതാ യമുന പോയത്. ഈശ്വര, കറങ്ങാനായിട്ട് നീ എന്റെ അമ്മയുടെ തല ബാക്കി വെച്ചേക്കണേ. ശശാങ്ക, ഓ, ആരാ നിങ്ങളെ കുത്തിയെന്നറിയോ? പിച്ചാത്തിയാണെന്നറിയാം. അമ്മയുടെ ആങ്ങളയുടെ ഒന്ന് ചോദിച്ചു നോക്ക്, പാറയമ്മാവനോട്. ചിലപ്പോ വിശദ വിവരം കിട്ടും. നീയേ നന്നാവത്തില്ല. ഓ, പോയിട്ട് വരുമ്പോ 10 കിലോ മാതളവും ആപ്പിളും ഓറഞ്ചും ഒക്കെ വാങ്ങിച്ചോണ്ട് വരൂ. ഞാൻ നന്നായി കാണിച്ചു തരാം. യമുന ഇവിടെ ഇല്ലാത്തത് നന്നായി, അല്ലെങ്കിൽ കാന്റീന്റെ ബില്ല് കൂടി തന്നെ. പ്രതാപൻ പരമേശ്വരൻ. കുറച്ച് പഴങ്ങളാ. അളിയനിങ്ങനെ വെജിറ്റബിൾ ആയിട്ട് കിടക്കുമ്പോ ഞാൻ കുറച്ച് പഴങ്ങൾ കൊണ്ട് തരണ്ടായോ? അതല്ലേടാ ഊവേ അതിന്റെ ഒരു മര്യാദ. ഒഴുകിപ്പോയ ഈ ചോരയൊക്കെ തിരിച്ചു പിടിക്കണ്ടായോ? കൂൾ കൂൾ. അത്ര പെട്ടെന്നൊന്നും തീരത്തില്ല ഞാൻ. തീർന്നു ശത്രുക്കളെ കരുതിയെടുത്തെന്ന് ഞാൻ എപ്പോഴും തുടങ്ങിയിട്ടുള്ളത്. മിടുക്കൻ. ഒരു വിവരമായിട്ട് പറഞ്ഞിട്ട് പോവാമെന്നതാ ഞാൻ. നീ പറ. മോളെ, ഒരു 5 മിനിറ്റ് ഗാലറി പാസിൽ നീ പുറത്തിരി. ഞങ്ങള് മാമനും മച്ചാനും ഒരു സ്വകാര്യം പറയട്ടെ. ഇനി നീ പറ. പറയാം. വഴിയിലിട്ട് നിന്നെ പൂളിയത് ഞാൻ ഏർപ്പാടാക്കിയ ആളുകളല്ല. എന്റെ അച്ഛനോ നിന്റെ മ്യാമനോ അല്ല. പിന്നെ എന്ന് വെച്ചാ നിന്റെ പിന്നാലെ വേറെ ആരുടെയോ പിച്ചാത്തിമന ഉണ്ടെന്ന്. എന്ന് വെച്ച് നിന്നെ ഞാൻ അവർക്ക് വിട്ടുകൊടുക്കത്തൊന്നുമില്ല. നിന്നെ എനിക്ക് വേണം, നിന്നെ എനിക്ക് തരണം. നിന്നെ ഞാനങ്ങ് എടുക്കുക. ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരി കാണാം. ചോര ചീറ്റാത്ത സർജിക്കൽ കട്ട് നിന്നെ ഞാൻ പഠിപ്പിക്കാം. വേണം. എത്രയും പെട്ടെന്ന് ശരീരത്ത് ഫുൾ ടാങ്ക് ചോരയും നിറച്ച് നീ ഇറങ്ങണം. നമുക്കേ അക്കുത്തിക്ക് കളിക്കാനുള്ളതാ. അപ്പോ പിന്നെ കളത്തിൽ കാണാം. ഫസ്റ്റ് ബാറ്റിംഗ് നീ എടുത്തോ. എനിക്ക് ചേസിംഗ് ഇഷ്ടം. എന്താ ഇത്ര വലിയ ആലോചന?
അല്ല, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. ബിസിനസ്സോ? അതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ചിന്ത? ഒന്നുമില്ലടി, നമ്മുടെ അക്കൗണ്ടിൽ ആവശ്യത്തിന് കാശുണ്ട്, പിന്നെ ഡാഡി ഉണ്ടാക്കിയിട്ട് സ്വത്തുണ്ട്. എന്നാലും ഒന്ന് എൻഗേജഡ് ആവണം. അങ്ങനെയാണെങ്കിൽ പ്രതാപേട്ടൻ എന്റെ അച്ഛന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തോടെ? എന്തു പറ്റി? ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ? അമ്മായിയപ്പന്റെ കമ്പനിയിൽ ശമ്പളക്കാരനായിട്ട് ഞാൻ പോവാൻ കൊള്ളാം. നീ എന്നെ ഇത്ര ചെറുതാക്കി കണ്ടല്ലോ ദിവ്യ. അയ്യോ, ഞാൻ ചെറുതായിട്ട് കണ്ടൊന്നുമല്ല. നമുക്ക് സ്വന്തമായിട്ടൊരു കമ്പനി ഉള്ളപ്പോ പ്രതാപേട്ടൻ എന്തിനാ പുറത്ത് വേറൊരു ജോലിയെ പറ്റി ചിന്തിക്കുന്നതെന്ന് കരുതി പറഞ്ഞതാ. അതാണ് പോയിന്റ്. എടീ, സ്വന്തമായിട്ട് കപ്പലുള്ളവൻ ആ കപ്പലിലോ മറ്റൊരു കപ്പലിലോ ജോലിക്ക് പോണോ? അത് വേണ്ട. അപ്പോ എന്റെ ഭാര്യയ്ക്ക് സ്വന്തമായിട്ട് കമ്പനി ഉള്ളപ്പോ ഞാൻ അവിടെ ജോലിക്കാരനായിട്ടാണോ പോണ്ടേ? അതല്ല, ഇപ്പൊ പ്രതാപേട്ടന്റെ കൂടെയല്ലേ കമ്പനി? അങ്ങനെ വാക്കാ കമ്പനിയാണെന്നൊക്കെ പറഞ്ഞാ എനിക്ക് അവിടെ പോയി നിൽക്കാൻ തോന്നൂടി. മരുമകൻ എപ്പോഴും മരുമകനാ, അല്ലേ? അങ്ങനൊന്നും അല്ല. അച്ഛന് പ്രതാപേട്ടൻ എന്ന് പറഞ്ഞ സ്വന്തം മോനാ. വേറെ ആൺമക്കളോ പെൺമക്കളോ ഒന്നും അച്ഛനില്ലല്ലോ. അതും ശരിയാ. നിന്റെ അച്ഛനൊരു പാവമാ, മാന്യനാ. എന്നാലും ഞാനൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർ കൂടി തോന്നണ്ടേടി, നിന്റെ അച്ഛൻ എന്നെ അംഗീകരിച്ചെന്നും വിശ്വസിച്ചല്ല ഏൽപ്പിച്ചു എന്നൊക്കെ. അതാണോ വലിയ കാര്യം? ഞാൻ അച്ഛനെ വിളിച്ച് പറയാം. എന്തു പറയുന്നു? അച്ഛന്റെ ബിസിനസ്സിൽ പകുതി പ്രതാപേട്ടന്റെ പേരിൽ അങ്ങോട്ട് എഴുതി വെക്കാൻ. പിന്നെ നോക്കി നടത്തിയ പോരെ? അയ്യോ, അതൊന്നും വേണ്ട. നിന്റെ അച്ഛൻ എന്ത് വിചാരിക്കും എന്നെ പറ്റി? എന്ത് വിചാരിക്കാൻ? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ പ്രതാപേട്ടനും എനിക്കുള്ളതല്ലേ. അച്ഛനാണെങ്കിൽ ഓടി ഓടി ക്ഷീണിക്കുക. ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം അമ്മ വിളിച്ചപ്പോ പറയാ, ഇപ്പൊ ദിവസം 40 യൂണിറ്റ് ഇൻസുലിനാ എടുക്കുന്നതെന്ന്. നിന്റെ അച്ഛന്റെ ഇൻസുലിൻ യൂണിറ്റ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ കമ്പനി യൂണിറ്റുകളിൽ ചിലത് വേണമെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം. അതൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞ് ശരിയാക്കിക്കോളാം. പ്രതാപേട്ടൻ ഒന്നും അറിയാത്ത പോലെ കൂടെ നിന്നാ മതി. നിന്റെ കൂടെ അല്ലാതെ പിന്നെ ആരുടെ കൂടെ ആണടി ഞാൻ? പക്ഷേ ഞാനൊരു ആർത്തിക്കാരനാണെന്നും നിങ്ങളുടെ ബിസിനസ്സിൽ കൈയിട്ട് വരാൻ വന്നവനാണെന്നൊന്നും നിന്റെ അച്ഛന് തോന്നരുത്. ഒന്ന് പോ പ്രതാപേട്ട. ഈ ഫോർമാലിറ്റി ആദ്യം കളയും. എനിക്കുള്ളതെല്ലാം പ്രതാപേട്ടന് കൂടെ ഉള്ളതല്ലേ. അപ്പോ ഓക്കെ, നിനക്കുള്ളതെല്ലാം എനിക്കുള്ളതാ. ആഹാ, മോള് വിളക്കൊരുക്കുകയാണോ? എന്തായാലും നന്നായി. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാൻ പഠിച്ചല്ലോ. മിടുക്കി. വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അത്താഴ പരിപാടികളിലേക്ക് കിടക്കാം, അല്ലേ? ഞാൻ പെട്ടെന്ന് വരാച്ചാ. ധൃതി വേണ്ട, പതുക്കെ മതി. അത്താഴം കഴിഞ്ഞിട്ട് അച്ഛൻ 1-2 കൂട്ടം ഗുളികയും കഷായവും ഒക്കെ കഴിക്കാനുണ്ട്. ഇന്നു മുതൽ മോള് വേണം ഒക്കെ എടുത്തു തരാൻ. പറ്റില്ലേ? ഞാൻ എടുത്തുതരാച്ചാ.